ഹായ് ഗായ്സ് വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വില്യം കാർലോസ് വില്യംസ് എഴുതിയ ദ ഡെഡ് ബേബി എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എഴുത്തുകാരനെ പറ്റിയിട്ടാണ്. കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വില്യം കാർലോസ് വില്യംസ്. അദ്ദേഹം ജനിക്കുന്നത് സെപ്റ്റംബർ 17, 1883 മരണപ്പെടുന്നത് മാർച്ച് 4, 1963. ഹി വാസ് എൻ അമേരിക്കൻ പോയറ്റ്, റൈറ്റർ ആൻഡ് ഫിസീഷ്യൻ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മോഡേണിസം ആൻഡ് ഇമേജിനിസം. ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് സ്പ്രിംഗ് ആൻഡ് ഓൾ, ദ ഡെസേർട്ട് മ്യൂസിക് ആൻഡ് അതർ പോയംസ്, ദ റെഡ് വീൽ ബാരോ, ദിസ് ഈസ് ജസ്റ്റ് ടു സേ. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയംസ് ആണ്. ദ ഡെഡ് ബേബി റിട്ടൺ ബൈ വില്യം കാർലോസ് വില്യംസ്. ഇതിൽ 4 സ്റ്റാൻസാസ് ആണ് കവിതയ്ക്കുള്ളത്. ദ ഡെഡ് ബേബി എന്ന കവിത ഒരു കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കവിതയാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റാൻസ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്വീപ് ദ ഹൗസ് അണ്ടർ ദ ഫീറ്റ് ഓഫ് ദ ക്യൂരിയസ് ഹോളിഡേ സീക്കേഴ്സ്. Sweep under the table and the bed. The baby is dead. The baby is dead എന്നുള്ളത് ഒരു കൊച്ചുകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ദ ഡെഡ് ബേബി. ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വീപ് ദ ഹൗസ് അണ്ടർ ദ ഫീറ്റ് ഓഫ് ദ ക്യൂരിയസ് ഹോളിഡേ സീക്കേഴ്സ്. ഇവിടെ മരണ വീട്ടിലേക്ക് കുട്ടിയുടെ ഡെഡ് ബോഡി അവസാനമായി കാണാനെത്തിയ അതിഥികൾക്കായി വീട് തൂത്തുവാരി വൃത്തിയാക്കുക എന്ന വാദത്തോടെയാണ് കവിത ആരംഭിച്ചിരിക്കുന്നത്. ഈ കവിതയിൽ സംസാരിക്കുന്നത് മരിച്ചുപോയ കുട്ടിയുടെ അമ്മയോ അച്ഛനോ അല്ല. ഒന്നുകിൽ അവരുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ് ഫ്രണ്ടും ആകാം. കുട്ടിയുടേത് നാച്ചുറൽ ഡെത്ത് ആണ്. അസുഖങ്ങളോ പ്രത്യേക ശാരീരിക അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ പെട്ടെന്നുള്ള മരണം മാതാപിതാക്കളുടെ മരണം കൂടിയാണ്. കാരണം ഒരു രക്ഷിതാവും തങ്ങളുടെ കുട്ടിയുടെ മരണത്തെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിയാത്തവരാണ്. ആ വീട്ടിൽ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ കിടക്കയിലും മേശയുടെ അടിയിലുമൊക്കെയുണ്ട്. എല്ലാം തന്നെ തൂത്തുവാരി വൃത്തിയാക്കാനാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. തൂത്തുവാരി വൃത്തിയാക്കുക എന്നതുകൊണ്ട് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ആ കുട്ടിയുടെ ഓർമ്മകൾ മുഴുവനും ആ വീട്ടിൽ നിന്നും തുടച്ചുവാരി നീക്കം ചെയ്യുക എന്നാണ് മറ്റൊരർത്ഥം വരുന്നത്. സെക്കൻഡ് സ്റ്റാൻസ. The mother's eye where she sits by the window, unconsoled, have purple bags under them. The father, tall, well-spoken, pitiful, is the abler of these two. സെക്കൻഡ് സ്റ്റാൻസയിൽ കുഞ്ഞ് മരിച്ചപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ ഏത് തരത്തിലുള്ള വേദനയാണ് കടന്നു പോകുന്നതെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് സ്പീക്കർ. അമ്മ ജനാലയുടെ അടുത്തിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അവൾ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വളരെയധികം സങ്കടത്തിലാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ തൻ്റെ മനസ്സിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സങ്കടം ഹൈഡ് ചെയ്തു വെക്കുന്നു. കാരണം കുഞ്ഞിൻ്റെ ചലനമറ്റ ശരീരം കാണുവാനും മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനും ആ വീട്ടിലേക്ക് ധാരാളം ആളുകൾ വരും. അവരൊന്നും തൻ്റെ സങ്കടം കാണണ്ടെന്ന് കരുതിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ തൻ്റെ സങ്കടം മനസ്സിനുള്ളിൽ ഹൈഡ് ചെയ്തു വെക്കുന്നത്. അദ്ദേഹം വളരെ വിഷമത്തിലാണെങ്കിൽ കൂടിയും എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തുന്നുണ്ട്. കുട്ടിയുടെ ഫ്യൂണറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കുട്ടിയെ സ്വർഗത്തിലേക്ക് അയക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തേർഡ് സ്റ്റാൻസ. സ്വീപ് ദ ഹൗസ് ക്ലീൻ, ഹിയർ ഈസ് വൺ ഹു ഹാസ് ഗോൺ അപ്പ് ത്രൂ പ്രോബ്ലമാറ്റിക്കലി ടു ഹെവൻ ബ്ലൈൻഡ്ലി ബൈ ഫോഴ്സ് ഓഫ് ദ ഫാക്ട്സ്. എ ക്ലീൻ സ്വീപ്പ് ഈസ് വൺ വേ ഓഫ് എക്സ്പ്രസിംഗ് ഇറ്റ്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ സ്പീക്കർ പറയുന്നത് വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്കായി വീട് വൃത്തിയാക്കേണ്ടി വരുമെന്നാണ്. ഇവിടെ മരിച്ചത് ഒരു കുട്ടിയാണ്. അവന് ഒരു അസുഖമോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള മരണമായിരുന്നു ആ കുട്ടിയുടേത്. കുട്ടി മരണപ്പെട്ട സ്ഥാനത്ത് ഒരു വൃദ്ധനാണ് മരണപ്പെട്ടതെങ്കിൽ ഇത്രയും സങ്കടം വരില്ലായിരുന്നു. കാരണം അയാൾ ഒരുപാട് ലോകം കണ്ടവനാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. അവൻ ലോകം കണ്ടു തീർന്നിട്ടില്ല. അവന് ജീവിതം എങ്ങനെയാണ് ജീവിച്ച് തീർക്കേണ്ടത് എന്ന് പോലും അറിയില്ല. അതൊരു കുഞ്ഞായതിനാൽ എല്ലാവരും ഏറെ വിഷമിക്കുന്നു. ലാസ്റ്റ് സ്റ്റാൻസ.
Hurry up. Any minute they will be bringing it from the hospital. A white model of our lives, a curiosity, surrounded by fresh flowers. വേഗം വേഗം വൃത്തിയാക്കുക. കുട്ടിയെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവരാൻ സമയമായിരിക്കുന്നു. അതായത് എപ്പോൾ വേണമെങ്കിലും കുട്ടിയുടെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കെത്തും. ആ കൊച്ചുകുട്ടി ഇന്ന് എല്ലാം ഉപേക്ഷിച്ച് വെളുത്ത പൂക്കളിൽ പൊതിഞ്ഞ് സ്വർഗത്തിലേക്ക് പോവുകയാണ്.